ഞാനിന്ന് ഇവിടെ ഒരു ആടിൻ്റെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 2 ആടുകളാണിത്. ഈ 2 ആടുകൾക്കും ഭയങ്കരമാർന്ന ഒരു ശക്തിയുണ്ട്. മുട്ടനാടുകളാണിത്. ഇതാണ് നമ്മുടെ ആള്, പേര് കുട്ടനാട്, ഒരു മുട്ടനാടാണ്. ആ നടുക്കു നിൽക്കുന്നതാണ് ഇവരുടെ മുതലാളി, പുതിയ മുതലാളിയാണ്. ശല്യം കാരണം വിറ്റതാണ്. ഈ ആടുകളുടെ കയ്യിൽ നിന്നൊരു കുത്തു കിട്ടിയാൽ അവൻ തെറിച്ചപ്പുറത്തെ കാട്ടിപ്പോയി വീഴും. കുട്ടനാടിനെ ഒരു കൂട്ടിൽ പിടിച്ചിട്ടു. അവന് കൂട്ടിൽ പിടിച്ചിടുന്നത് ഇഷ്ടമല്ല. അവന് സ്വതന്ത്രനായി നടക്കുന്നതാണ് ഇഷ്ടം. അവിടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. എന്നാലും അവൻ ആ വഴി പോകില്ല. കാരണം അവൻ സാഹസികത ഇഷ്ടപ്പെടുന്നവനാണ്. കുട്ടനാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. കുട്ടനാട് അവിടെ ഒരു പലക വീണ് കിടക്കുന്നത് കണ്ടു. കുട്ടനാട് അവിടെ കിടന്ന പലകയിലൂടെ ഓടി ചാടി. പിന്നെ അവൻ അവിടുത്തെ വേലി പൊളിക്കാൻ നോക്കി. ആ വേലിയും പൊളിച്ച് അവനൊരു ചെടിയുടെ മുമ്പിലെത്തി. നോക്കുമ്പോൾ അതിൽ ആപ്പിൾ. അവൻ ഒന്ന് ചാടി നോക്കി കടിക്കാൻ കിട്ടുമോ. അപ്പോൾ അടുത്തൂടെ പോയ ഒരാൾ അവനെ കളിയാക്കി. അവന് ദേഷ്യം പിടിച്ചു. അവൻ ഓടിപ്പോയി ഒറ്റ കുത്ത്. അവൻ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം അവൻ കാണുന്നത്. അവൻ അതിൻ്റെ അടുത്തേക്ക് ഓടി. അവനത് കഴിച്ചു. കുറച്ച് കഴിച്ചപ്പോൾ അത് മതിയായി. അവൻ നേരെ നടന്നു. അവനങ്ങനെ നഗരത്തിൽ കുറേ ആൾക്കാർ അവൻ്റെ ചുറ്റും നടന്നു പോകുന്നുണ്ടായിരുന്നു. അവൻ അടുത്തൂടെ പോയ ഒരാളെ തട്ടിയിട്ടോ. അവിടെയും അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാം തട്ടിമാറ്റി അവൻ തിന്നു. വീണ്ടും ഒരാളെ അവൻ കണ്ടു. അയാളെ അവൻ ചെളിയിലേക്ക് തട്ടി. വീണ്ടും ഓടി. അവൻ്റെ പ്രിയ ഭക്ഷണം അവൻ വീണ്ടും കണ്ടു. അവനത് വീണ്ടും തിന്നു. കുറച്ച് തിന്നപ്പോൾ അവനൊന്ന് എടുത്തോണ്ട് പോകാൻ തോന്നി. അവൻ അതിൽ നിന്നൊന്നും എടുത്തോണ്ട് ആ നാട് വിടാൻ പോവുകയാണ്. അവനങ്ങനെ അതും എടുത്തു പിടിച്ചുകൊണ്ട് ആ നഗരത്തിൻ്റെ പുറത്തേക്ക് പൊക്കുകൊണ്ടിരിക്കുകയാണ്. ഓടി ഓടി തുള്ളിച്ചാടി അവൻ അവിടെ എത്തിയപ്പോൾ എന്തോ പന്തികേട് തോന്നി. അവൻ അങ്ങോട്ട് പോയി. അവിടെ ഒരു വീടുണ്ടായിരുന്നു. വീട്ടിലേക്ക് അവൻ കയറി നോക്കി. എല്ലാവരും എന്തിനെയോ കണ്ട് പേടിച്ചിരിക്കുന്നു. അറിയാണ്ട് അവൻ ഒരാളെ തട്ടിയിട്ടു. അവിടെ ഒരു പച്ച ഡ്രസ്സിട്ട ഒരാളുണ്ടായിരുന്നു. അയാളുടെ കൂടെ പോയി നോക്കി. അയാളെ അറിയാണ്ട് തട്ടിപ്പോയി. അയാൾ പെട്ടെന്ന് വീടിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി. എല്ലാവരും അവനെ കണ്ട് പേടിച്ചപ്പോൾ അവൻ ചത്തതുപോലെ കിടന്നു. അവൻ ആ വീടിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കി. പക്ഷേ ഡോറ് ലോക്കായിരുന്നു. അവന് ദേഷ്യം പിടിച്ചു. അവിടെ നിന്നൊരാൾ അവനെ വഴക്ക് പറഞ്ഞു. അവനെ അടിച്ച് അപ്പുറത്തെ പുഴയിലിട്ടു. വേറൊരാളും വഴക്ക് പറഞ്ഞു. അവനെയും അടിച്ച് പുഴയിലിട്ടു. അവനോടി പുഴയിലേക്ക് പോയി നീന്തി കളിച്ചു. അങ്ങനെ പുഴയിലൂടെ പോകുമ്പോൾ അവനൊരു മീൻപിടുത്തക്കാരനെ കണ്ടു. അവന് ദേഷ്യം പിടിച്ച് അവനെ തള്ളിയിട്ടു. അവൻ ഓടി കരയിൽ കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളെ തട്ടിയിട്ടു. അയാൾ എഴുന്നേറ്റിട്ട് കുട്ടനാടിനെ വെറുതെ വഴക്ക് പറഞ്ഞു. കുട്ടനാടിന് ദേഷ്യം പിടിച്ചു. അവൻ അത് പിടിച്ചു വെച്ചു. പക്ഷേ കുട്ടനാടിന് വീണ്ടും ദേഷ്യം വന്നവനെ തട്ടിയിട്ടു. അവൻ അങ്ങനെ ഓടി. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്തെൻ്റെ ഒച്ച കേട്ടു. അപ്പുറത്തേക്ക് അവന് പോകാൻ പറ്റുന്നില്ല. അവൻ കുറേ പുല്ലുകൾ കണ്ടു. പുല്ലുകൾ അവന് ഇഷ്ടമായിരുന്നു. അവൻ പുല്ലുകൾക്കിടയിലൂടെ ഓടിക്കളിച്ചു. അവനങ്ങനെ വേലിയും പൊളിച്ച് ഒരു ഫാമിൻ്റെ മുമ്പിലെത്തി.
അവനങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഫാമിൻ്റെ മുന്നിലെത്തി. ഫാമിൻ്റെ ഉള്ളിൽ ഒരാട് നിൽക്കുന്നു.